അപ്പൊ എന്റെ ഇടത് ചെവിക്ക് ചെവി ആ എന്റെ ഇടത് ചെവിക്ക് കേൾവി കുറവായിരുന്നേ. ആ പറഞ്ഞു. പക്ഷെ ഇന്ന് ബ്രദർ ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ രണ്ട് ചെവിയിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു. ആ പക്ഷെ എന്നിട്ട് ഞാൻ വലത് ചെവി ഇങ്ങനെ അടച്ചു പിടിച്ചോണ്ട് കേട്ടു. ആ അപ്പൊ എനിക്ക് നല്ല സൗണ്ട് കിട്ടുന്നുണ്ട്. ദൈവം എനിക്ക് സൗഖ്യം തന്നു. ഓ എന്റെ ബ്രദറിന് യേശുവേ, ഒരുപാട് നന്ദി. അതായത് ദൈവം സിസ്റ്റർക്ക് ആ ചെവി ബ്രദറിനെ കേൾക്കത്തില്ലായിരുന്നു. ആമേൻ. ഇല്ല ഇടത് ചെവി ഇട ചെവി ഇടത് കേൾക്കത്തില്ലായിരുന്നു. ചെവി എനിക്ക് കേൾക്കത്തില്ലായിരുന്നു. ഇല്ലായിരുന്നു. ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ട് വ്യക്തമായിട്ട്. കേൾക്കാൻ പറ്റും. ഓ ഞാൻ വലത് ചെവി ഇങ്ങനെ അടച്ചു പിടിച്ചോണ്ട് കേട്ടു. എന്റെ കർത്താവെ, നിങ്ങൾ കേട്ടോ യേശുവിന്റെ അത്ഭുതം? സിസ്റ്റർ എത്ര നാളായിട്ട് ഈ ചെവി കേൾക്കത്തില്ലായിരുന്നു? ഇത് കുറെ വർഷങ്ങൾ, എനിക്ക് തോന്നുന്നു ഒരു 15 വർഷത്തിന് സിസ്റ്ററെ, മേളിലായിരുന്നു. ഇതൊന്ന് വീഡിയോ കാണിക്കാൻ പറ്റുമോ? ഞങ്ങളെ ഒന്ന് ആ പൊത്തിപ്പിടിച്ച് കേൾക്കുന്ന ഒന്ന് കേൾപ്പിക്കാൻ പറ്റുമോ? ഓണാക്കാൻ പറ്റുന്ന സാഹചര്യമാണോ കുടുംബത്തിന്റെ അകത്ത്? ഇല്ല, സാഹചര്യം ഇച്ചിരി മോശമാ. എന്നാ കുഴപ്പമില്ല. സിസ്റ്ററെ, എത്ര വർഷമായിട്ട് ചെവി കേൾക്കത്തില്ലായിരുന്നു? ഒരു 15 വർഷത്തിന് മേളായി. നിങ്ങൾ കേട്ട യേശുവിന്റെ അത്ഭുതം കണ്ടോ? എന്നോട് ഉള്ളത്തിൽ പരിശുദ്ധാത്മ ഒരു വാക്ക് പറഞ്ഞു, ഞാൻ ചെവി തുറക്കാൻ വേണ്ടി പോവാന്നാ പറഞ്ഞത്. 15 വർഷമായിട്ട് സിസ്റ്റർ വലത് ചെവി കേൾക്കത്തില്ലായിരുന്നു. ഇപ്പം ഇടത്. ഇപ്പൊ സിസ്റ്റർക്ക് വ്യക്തമായി കേൾക്കാം. കേൾക്കാം, നന്നായിട്ട് കേൾക്കാം. ഓ എന്റെ കർത്താവ്, അങ്ങ് അത്ഭുതം ചെയ്ത കൃപയ്ക്ക് നന്ദി പറയുന്നു സിസ്റ്ററെ. ഗോഡ് ബ്ലസ് യു. ഇത് അനേകരോട് പറയണം കേട്ടോ. ബൈബിൾ ഒരു വാക്യമുണ്ട്, ദൈവരാജ്യം പ്രസംഗിപ്പോ യേശു പറഞ്ഞു, മുടന്തൻ തുള്ളും ചെകിടൻ കേൾക്കും, ആരാ? ഊമർ സംസാരിക്കും. കണ്ടോ, അതാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. യേശു ജീവിക്കുന്നു. ഗോഡ് ബ്ലസ് യു. ഇത് ലോകം മുഴുവൻ പറയണം കേട്ടോ. 15 വർഷമായി. എല്ലാവർക്കും ചെവിയക്കത്തില്ലെന്ന് അറിയാം. അപ്പൊ നാളെ പോയിട്ട് എല്ലാവരും യേശുവിലേക്ക് നേടാൻ പറ്റുന്ന വലിയ സാക്ഷ്യമാണ് കേട്ടോ. ഞാൻ പറയാം. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. അടുത്തയാള് ചെക്ക് ചെയ്തേ, ചാടി ചെക്ക് ചെയ്തേ. ആ ചെവിക്കകത്ത് കൈവച്ച് പ്രാർത്ഥിച്ച മറ്റാരെങ്കിലും ഉണ്ടോ? ടെസ്റ്റ് ചെയ്യാതെ അറിയാൻ പറ്റുന്ന മറ്റാരെങ്കിലും ഉണ്ടോ? ചെവിക്കകത്ത് ഒരു വ്യത്യാസം വന്ന മറ്റാരെങ്കിലും ഉണ്ടോ? ഒന്ന് പറഞ്ഞേ. ബ്രദറെ, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ചെവി വേദന വന്നിട്ട് ചെവി അടഞ്ഞിരിക്കുവായിരുന്നു. ആ സൈഡിൽ നിന്ന് പലദോഷത്താണ്, പറയുന്നത് കേൾക്കാനേ പറ്റത്തില്ലായിരുന്നു. ഇപ്പൊ ബ്രദറെ, ഇപ്പൊ എനിക്ക് 2 ദിവസം കൊണ്ട് എനിക്ക് ഭയങ്കര മുതുവേദന ഉണ്ടായിരുന്നു. രാവിലെ മുതൽ ഭയങ്കര ചെവിവേദനയായിരുന്നു. ഇപ്പം ബ്രദർ പ്രാർത്ഥിച്ച സമയത്ത് ഞാൻ വിരല് കൈ വെച്ചിട്ട് പ്രാർത്ഥിച്ചു. ആ ശരീരത്തുള്ള സകല വേദന, ചെവിവേദനയും മാറി, മുതുകിന്റെ വേദന ഭയങ്കരമായിട്ട് ബോഡി ഫുള്ള് ഫ്രീ ആയി. എന്റെ കർത്താവ്, ഇത് അടുത്ത അത്ഭുതങ്ങൾ കേട്ട് ശരീരം മുഴുവൻ വേദനയായിരുന്നു, ബാക്ക് പെയിൻ ഉണ്ടായിരുന്നത് കൂടാതെ ചെവിക്കകത്തും ഭയങ്കര വേദന. പ്രാർത്ഥിക്കുന്ന മുമ്പ് വരെ വേദന ഉണ്ടായിരുന്നു. ഭയങ്കര. എനിക്ക് ഇരിക്കാനും കിടക്കാനും, ഇന്നലെ ഞാൻ റീത്ത സിസ്റ്റർ അടുത്തും പറയും, സിസ്റ്റർ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ. ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടില്ല. ഇന്ന് വെളുപ്പിനെ എണീറ്റിട്ട് എനിക്ക് ഇരിക്കാൻ വയ്യ. എനിക്ക് ജോലിക്ക് പോണ 2 വർക്ക് ഉണ്ടായിരുന്നു. പോയിട്ട് ഞാനിത് പൊളഞ്ഞാണ് ഇരുന്നത്. എന്റെ കർത്താവ്, നിങ്ങൾ കേട്ടോ? നിങ്ങൾ ആ അവസ്ഥ കേട്ടോ? യേശു അത്ഭുത മന്ത്രിയാണ് പ്രിയരെ. കർത്താവ് ഇന്ന് മകളുടെ ചെവിവേദന മാത്രമല്ല, ആ നടുവിന്റെ പെയിനും എല്ലാം യേശു സൗഖ്യമാക്കിയിരിക്കുന്നു. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കത്തിന്റെ താഴെ, മുതുക് ഭാഗത്ത്, മുട്ടിന് താഴെ, മുതുകിന്റെ താഴെ. ഓക്കെ, എനിക്ക് ക്ലിയർ ആയില്ലേ കേട്ടോ പറഞ്ഞത്? മുതുകിന്റെ താഴെ അല്ലേ? മുതുകില് ആ സെന്ററിലും ഒരു സൈഡിലും എനിക്ക് കിടക്കാനും ഇരിക്കാനും പറ്റാത്ത വേദന. എന്റെ പരിശുദ്ധാത്മാവെ, അങ്ങ് സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി പറയുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, കർത്താവിന്റെ അത്ഭുതകരമായ നാമത്തിൽ തന്നെ. ആമേൻ. അടുത്ത ആള് മറ്റാരെങ്കിലും ഇതുപോലെ കാണാൻ പറ്റുന്നവരുണ്ടോ? ഞാൻ എന്തുകൊണ്ട് ഈ സാക്ഷി എന്നറിയാവോ എന്റെ പ്രിയരെ? ഒരു സാക്ഷി മറ്റൊരു സാക്ഷിയെ ഉളവാക്കും. എന്റെ ഡ്യൂട്ടി ഇത് നിങ്ങളെ കൊണ്ട് ചോദിപ്പിക്കുക, പറയിപ്പിക്കുക, അനേകരിലേക്ക് ഇത് കൊടുക്കുക എന്നുള്ളതാണ്. മറ്റാരെങ്കിലും ഉണ്ടോ? ഇല്ല. ഞാൻ വീണ്ടും തുടർന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. മറ്റാരും ഇല്ലാതെ ഞാൻ വിശ്വസിക്കുന്നു. പിന്നെയും പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ. ബ്രദറെ, ഞാനൊരു കാര്യം പറയട്ടെ. പിന്നെ ഈ ജൂൺ 4 നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച്